യുഎയിലെ ഷാർജയിൽ മരിച്ചനിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് ലഭിച്ചേക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മൃതദേഹമെന്ന് എന്ന് നാട്ടിലെത്തിക്കാനാകുമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുക. അതിന്റെ ദുരൂഹമരണം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം ഷാർജ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അരുൺ പാറാട്ട് ദുബായിൽ ചേർന്നു. അരുൺ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകം അതുല്യ എങ്ങനെ മരിച്ചു എന്നത് അറിയുക തന്നെയാണ്. അതിനുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് ലഭിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഇതിന് പിന്നാലെ മാത്രമായിരിക്കും ഷാർജ പോലീസിന്റെ ഇതടക്കമുള്ള നിയമ നടപടികൾ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് തന്നെ റിപ്പോർട്ടിന് സാധ്യതയുണ്ടോ? സുഹൈൽ, കഴിഞ്ഞ ശനിയാഴ്ചയാണ് അതുല്യയെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്ന് മുതൽ ഈ ഒരു മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിനും ഇതിലുള്ള ദുരൂഹത നീക്കുന്നതിനും ആവശ്യമായിട്ടുള്ള തുടർ നടപടികൾ പുരോഗമിക്കുകയാണ്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിഷയം തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുക. എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നുള്ളത് അറിയുക. ഇതിൽ ദുരൂഹത ആരോപിച്ച് അതുല്യയുടെ കുടുംബം രംഗത്തുണ്ട്. ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ അന്വേഷണം നടത്തണമെന്നാണ് കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നതും. ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പക്ഷേ ഇന്ന് ലഭിച്ചിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല എങ്കിൽ ഇനി അടുത്ത വർക്കിംഗ് ഡേ എന്ന് പറയുന്നത് അടുത്ത തിങ്കളാഴ്ചയായിരിക്കും. തിങ്കളാഴ്ചയ്ക്ക് ശേഷം മാത്രമേ ഈ ഒരു മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുകയുമുള്ളൂ. അത്രയും ദിവസം എന്തായാലും കൊടിയ ഭർതൃപീഡനം അതുല്യ നേരിട്ടു എന്നത് തെളിയിക്കുന്ന സംസാരിക്കുന്ന ഒരുപാട് ദൃശ്യങ്ങളും ശബ്ദശകലങ്ങളും നമ്മൾ കേട്ടതാണ്. അതിനപ്പുറത്തേക്ക് ആ പീഡനം എന്തായാലും സ്ഥിരീകരിക്കപ്പെടുന്നു. അതിനപ്പുറത്തേക്ക് അതുല്യ എങ്ങനെ മരിച്ചു, അത് കൊലപാതകമാണെന്നടക്കം വിശദമായി അറിയേണ്ടതുണ്ട്. ഏറ്റവും നിർണായകം അതുല്യ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. അതിന്ന് ലഭിക്കുമെന്നാണ് സൂചന.